മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പ്രത്യേക സാമ്പത്തിക സഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് കേന്ദ്രമന്ത്രിയും നിർമ്മല സീതാരാമനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഉരുൾപൊട്ടൽ ദുരന്തം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ LDF, UDF MPമാർ പാർലമെന്റിൽ നോട്ടീസ് നൽകി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഫെബ്രുവരി 10, 11 തീയതികളിൽ LDF രാപ്പകൽ സമരം നടത്തും. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഉച്ചതിരിഞ്ഞ് 3:30-ക്കാണ് കൂടിക്കാഴ്ച. ചർച്ച പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് KV തോമസ് 24-നോട് പറഞ്ഞു. നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ഔദാര്യമല്ല, നമുക്ക് തരേണ്ടതാണ്. നമുക്ക് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം വന്ന മറ്റു പല സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. പാക്കേജുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ കൈമാറിയിട്ടുണ്ട്. അതേസമയം ഈ മാസം 13-നാണ് സംസ്ഥാനം ആവശ്യം അറിയിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയത്. 24 ഡൽഹി.